കങ്കുവാ ഉൻ രക്തവും എൻ രക്തവും വെവ്വേറാ. കങ്കുവ സിനിമ കണ്ടിട്ട് ഈ അവസ്ഥയിൽ. ഈ സിനിമ കാണാൻ കുറച്ച് ആവേശമൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ വാ പൊളിച്ച് ഇങ്ങനെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞപ്പം പെട്ടുപോയി. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ പൊളന്ന് പാക്ക പോറ 1000 കോടി 2000 കോടി വരുമെന്ന് എല്ലാവരും കൂടെ തള്ളി തള്ളി എന്റെ നിഗമനവും എന്റെ ആവേശവും കൂടി കൂടി വന്നു. എന്തെന്ന് വെച്ചാൽ പടം അത്രയ്ക്ക് വർത്തായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും ഈ തള്ളു കാരണം. പോരാത്തതിന് 3Dയും കൂടെ ഉണ്ട്. അത്രയും പ്രതീക്ഷ വെച്ചാണ് പടത്തിന് പോയത്. പക്ഷെ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാ കഥ എന്താണെന്ന് നോക്കിയാ, ആയിരക്കണക്കിന് വർഷം മുമ്പ് സൂര്യ കൊടുത്ത ഒരു വാക്ക് ഈ പ്രസന്റില് സൂര്യക്ക് സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കഥ. ഈ പടത്തിന് 2 പോർഷൻ ഇരിക്കും, പ്രസന്റും പാസ്റ്റും. അതിങ്ങനെ മാറ്റി ഉൾട്ട അടിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. ഈ പടത്തിന്റെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ വിഷ്വൽസ് നല്ല ഭംഗിയുണ്ടായിരുന്നു, VFX ഉള്ളായിരുന്നു, പിന്നെ അവരുടെ മേക്കപ്പ് ഉള്ളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസന്റ് അല്ല, പാസ്റ്റിലെ സൂര്യയുടെ മേക്കപ്പ് വർക്കങ്ങളൊക്കെ സൂപ്പറായിരുന്നു, അഭിനയം സൂപ്പറായിരുന്നു. അഭിനയം അത്ര സൂപ്പർ അല്ല, എന്നാലും കുഴപ്പമില്ല. ഈ പടത്തിലെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് സൂര്യ തന്നെയാണ്. സൂര്യ ചെയ്തിട്ടുണ്ട്, നല്ല മാസീനുണ്ട്, നല്ല ഡാൻസ് ഉണ്ട്, നല്ല എന്തൊക്കെ ഉണ്ട്. പക്ഷെ ഈ പടത്തിൽ എന്തിനാ അഭിനയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വല്ല പോസിറ്റീവ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. പിന്നെ നെഗറ്റീവ് പറഞ്ഞ് തുറക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് സൂര്യയുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ തോന്നൂല. പക്ഷെ പ്രധാനമായിട്ട് വർക്ക് ചെയ്യാനുള്ള ആള് എന്തിനോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം വെച്ചാൽ DSPയുടെ മ്യൂസിക് ചില സ്ഥലത്തൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. തുടക്കത്തില് കങ്കുവര ഇൻട്രോയിലെ സോങ് BGM സൂപ്പറായിരുന്നു. ആ സിറ്റുവേഷൻ നല്ല മാച്ചായിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അവരെടുത്ത്. പിന്നെ എന്തിനെന്ന് വെച്ചാൽ തലൈവനെ എന്ന് പറയുന്ന സോങ് സൂപ്പറായിരുന്നു. കങ്കുവ എന്ന് പറയുന്ന സോങ് സൂപ്പറായിരുന്നു. നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ശിവയാണ്. ഉള്ള ഈ പടത്തിൽ ഇത്രയും പേര് കഷ്ടപ്പെട്ട എല്ലാ കഷ്ടപ്പാടും കൊണ്ടൊരു ചവറ്റ് കൂട്ടക്കകത്തിട്ട് നല്ല സ്ക്രീൻ പ്ലേ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും പടം നല്ല വൃത്തി പോവായിരുന്നു. ഇത് അതുമില്ല, ചവറ്. ഒരു പടത്തിന്റെ ബേസിക് എന്ന് പറയുന്നത് സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും അല്ലേ, അതില്ലെങ്കിൽ പിന്നെ പടം തീർന്നു. ഇതിനെക്കാട്ടി ഭേദമാണ് നമുക്ക് അണ്ണാത്തേന്ന് കണ്ടോണ്ടിരിക്കുമ്പോ തോന്നും. വേറൊന്നും കൊണ്ടല്ല, ആ പടമാകുമ്പോ നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റും, കൊള്ളൂലെങ്കിലും. ഇതാണെങ്കിൽ ഉറങ്ങി വരുമ്പോഴായിരിക്കും അവിടെ നിന്ന് സൂര്യ വേറെ ഏത് കലവലാതിയാ കിടന്ന് പോകണത്. എല്ലാ മൂടും പോവും, വീണ്ടും എഴിച്ച് തപ്പും. ആരുടെ അമ്മ ആരുടെ അപ്പനും. സൂര്യയും അവരെ ആൾക്കാർ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ BGM 2 സൈഡിൽ കൂടെ വന്ന കാത്ത് എറിച്ച വീര്. അയ്യോ അയ്യോ അയ്യോ. പടം തീർന്ന് നമ്മൾ പടം കഴിഞ്ഞ് വെളിയിറങ്ങുന്ന സമയത്ത് ആ നമ്മൾ ചെവി ഇങ്ങനെ വെളിയിലെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ വന്ന പോലെ തോന്നും. അമ്മ അതിരി വിളിയാണ്. അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. അടുത്ത കോമഡി എന്ന് പറഞ്ഞാൽ യോഗി ബാബുവിന്റെ കോമഡി ഒരു സൈഡിൽ, ഇവന്റെ വേറെ കിങ് എന്ന് പറയുന്ന തന്റെ കോമഡി ഒരു വഴിക്ക്, സൂര്യയുടെ ചളുവടി അവരുടെക്ക്, അതിന്റെ ഇടയിൽ കൂടെ മറ്റേ പട്ടാണിയുടെ കോമഡി ഒരു വഴിക്ക്. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഒന്നും പോരാഞ്ഞിട്ട് മോയെ ബോയ്സ്, അയ്യോ, ഇതെല്ലാം കൂടെ കോമഡി എന്ന് പറഞ്ഞ് നമ്മളെ കൊല്ലാൻ വേണ്ടി. പിന്നെ നമ്മളെ ദിശ പട്ടാണി അഭിനയിച്ചിട്ടുണ്ട്, അതൊരു വൃത്തിയായിട്ട് അവരെടുത്തിട്ടുണ്ട്. പൈസ മുതലാക്കിയാണ് വിട്ടത്. മറ്റേ കൽക്കിയിൽ ഒരു പാട്ടിനെ വിളിച്ചാണെങ്കിൽ ഇതിൽ കൊണ്ട് ഒരു പാട്ട്. സൂര്യയുടെ പ്രസന്റ് പോർഷൻ വെച്ച് നമ്മളൊരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ എപ്പാടാ കൊന്നു കളയും നമ്മള്. പിന്നെ കുറച്ച് ആശ്വാസമാണത് കങ്കുവര സീന് വന്ന് തുടങ്ങുമ്പോഴാണ്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ചെറുക്കനും സൂര്യൻ തമ്മിലുള്ള ബോണ്ടിങ് ആണ്. അത് നമുക്ക് കണക്ട് ആവൂല. ഒരു പരിധി കഴിയുമ്പം സീറ്റി നേഴ്ച നിന്ന് അവനെ ആടിച്ച് കൊന്നു കളയാൻ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു ചെറുക്കൻ. അടുത്തത് വില്ലൻ ബോബി ഡിയോൾ. ബോബി ഡിയോളിനെ എങ്ങനത്തെ ഒരു വില്ലനായിട്ട് കാണിക്കണമായിരുന്നു. ഇത് രക്തത്തിൽ കുളിച്ച് കിടക്കണ കാണിക്കുന്നു, കാക്ക പറയണ കാണിക്കുന്നു, ബിൽഡപ്പ് കൊടുത്ത് കാണിക്കുന്നു. ബോബി ഡിയോളിന്റെ കൂടെ ഉള്ള ചവറുകൾ തന്നെ ചെന്ന് അടി വാങ്ങിച്ച് പെണ്ണുങ്ങളെന്ന് വരെ ചാവും. അയ്യ, എന്താ വില്ലനും വില്ലന്റെ ആൾക്കാരും ചാവാറും. ബോബി ഡിയോളൊക്കെ എങ്ങനത്തെ ഒരു വില്ലനാണെന്ന് അലിമൽ സിനിമ ഉണ്ട്, അവർക്ക് മനസ്സിലാവും. കാരണം ബോബി ഡിയോളിനെ അവരെ വിളിച്ച് ഔട്ടാക്കി വിട്ടു.
ഇനി നമുക്ക് കരിങ്കാടെന്ന് എല്ലാവരും കൂടെ തള്ളിയത് നോക്കാം. ആ കാട്ടിൽ പോയാൽ ആർക്കും ജീവിക്കാക്കൂല, ആ കാട്ടിൽ പോയാൽ ഒരു രാത്രി പോയി വെളുപ്പിക്കാക്കൂല, അവിടെ ഫുഡ് കിട്ടൂല, തേങ്ങ കിട്ടൂല, മാങ്ങ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് നോക്കുമ്പം സ്വർഗം പോലൊരു സ്ഥലം. ഇവർക്ക് ആ പെരുമാച്ചി എന്ന് പറയുന്ന ചവർ സ്ഥലത്ത് താമസിക്കണം കാട്ടി കരിങ്കാടി പോയി താമസിക്കണമെങ്കിൽ നല്ല അരുവിയുണ്ട്, നല്ല ബീച്ചുണ്ട്. ഈ ബീച്ചിനെ കുറിച്ച് പറയണമെങ്കിൽ ആ ബീച്ചിൽ വെച്ചാണ് ചുട്ടമല്ലി എടുത്തത്. ആ ചുട്ടമല്ലി എടുത്ത സ്ഥലത്ത് കുറച്ച് പാറക്കല്ലും ചങ്കളൊക്കെ കൊണ്ടിട്ട് കരിങ്കാടാക്കി. പിന്നെ അവിടെ വെച്ചൊരു മുതല ഫൈറ്റ് വരും. അതിൽ VFX കുറച്ച് വർത്താണ്, ബാക്കിയൊന്നും കൊള്ളൂല. ട്വിസ്റ്റാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചാൽ ട്വിസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടോന്ന് കേട്ടാ അത് ഒട്ടും. കണ്ണി ചോരയില്ലാത്തോണ്ട് തനിക്കറിയോ ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട്. എനിക്കൊരു കാര്യവും മനസ്സിലാവാത്തത്, ഈ സൂര്യ ഇത് എന്ത് കണ്ടിട്ടാണ് ഈ പടത്തിൽ ഇങ്ങനെ എന്ത് ക്യാരക്ടറായിരിക്കും ഇതിൽ ഇറങ്ങിയത്? ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാർ ഇറങ്ങിയത്. കഷ്ടകാലം വരുമ്പോ എല്ലാ നാറുകളും വണ്ടിയും പിടിച്ചിങ്ങ് വരുമല്ലോ. അതിന്റെ ഇടയിൽ കൂടെ പാർട്ട് 2 സ്പേസ് ഇട്ട് പോയി. അത് മാത്രമല്ല, അത് സൂര്യക്ക് മാത്രം സ്കെച്ച് ഇട്ട് പൊക്കിയില്ല, ആ കുടുംബം മൊത്തത്തിൽ വിളിച്ച് മിക്കവാറും പിച്ചച്ചാട്ടി എടുക്കേണ്ടി വരും.